ഹായ് ഫ്രണ്ട്സ്, ഹായ്. വെൽക്കം ടു ഹീര സ്ട്രീം ചാനൽ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് പ്രദേശത്തിൻ്റെ മനോഹാരിതയെപ്പറ്റി അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ? അവിടെയുള്ള അധികം ആരും അറിയാതെ പോയ കൈനകരി ടെർമിനലിലേക്കാണ് ഇന്ന് നമ്മളുടെ യാത്ര. വേമ്പനാട്ട് കായലിൻ്റെ നടുക്കുകൂടെ നമുക്കിങ്ങനെ നടക്കാം. ഭയങ്കര മനോഹരമായൊരു പ്രദേശമാണിത് കേട്ടോ. എനിക്ക് തോന്നുന്നു സിനിമയിലും സീരിയലിലും പാട്ടുകളിലും ആൽബങ്ങളിലും എല്ലാം വന്നതിന് ശേഷമാണ് ഇവിടേക്ക് ആളുകളുടെ കുത്തൊഴുക്ക് കൂടിയതെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് അധികം ആളുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പ്രധാന കാരണം ഈ വഴിയാണ് എന്ന് നമുക്ക് പറയാം. കണ്ടോ, ഈ ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ് ഇങ്ങോട്ടുള്ളത്. എന്നാൽ അതുവഴി ചെന്ന് കാണുന്ന കാഴ്ചകൾ ഭയങ്കര മനോഹര കാഴ്ചകൾ തന്നെയാണ്. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ടൂറിസ്റ്റുകളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇതുപോലെ ചെറിയ വഴിയാണുള്ളത്. രണ്ടുപേര് തിരിച്ച് ഇങ്ങോട്ടും കൂടെ വന്ന് അവർ മുട്ടിത്തട്ടി നടക്കേണ്ടതോ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ചാടി വീഴേണ്ട അവസ്ഥയൊക്കെ ഉണ്ട്. എന്നാലും ഇത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമാണ് കേട്ടോ. നല്ല കാറ്റും നല്ല സീനറി എല്ലാം ആണ്. അങ്ങ് വരെ കാണുന്നതാണ് ടെർമിനൽ. അങ്ങറ്റം വരെ നമുക്കിങ്ങനെ കായലിൻ്റെ നടുക്കൂടെ നടക്കാം. അതിൻ്റെ ചുറ്റും കുറേ ഷിക്കാരി ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട്. അതിൽ യാത്രക്കാരുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് പോകുന്ന സ്ഥലമാണിത്. ആ വഴിയിൽ കൂടെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഹൗസ് ബോട്ടിലൊക്കെ കൂടെ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. നല്ല രസമാണ് ഇവിടുത്തെ സൂര്യാസ്തമയം. അതിലും ഭംഗിയാണ്. നമ്മളിങ്ങോട്ട് വരുന്ന വഴി സൂര്യാസ്തമയം കണ്ടു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അവിടെ കൂടെ ശ്രദ്ധിച്ചിങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഈ സ്പീഡ് ബോട്ടൊക്കെ പോകുന്നതാണ് നല്ല രസമാണ്. ഭയങ്കര ശബ്ദമാണ് അവിടെ. ഇന്ന് സൺഡേ ആയിരുന്നു എങ്കിലും ആളുകൾ കുറവായിരുന്നു എന്ന് പറയാം. പക്ഷെ അങ്ങേ അറ്റത്ത് നിറയെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ ഇവിടെ മാറി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സാമാന്യം എല്ലാ ആളുകളും ഇതിൻ്റെ ഈ അറ്റത്ത് വന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ഒരു ഹൗസ് ബോട്ടൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അറ്റത്ത് വന്നു കഴിയുമ്പോൾ അല്ലേ നമ്മൾ നടന്ന് ക്ഷീണിച്ച് വരുന്ന എല്ലാവർക്കും കരിക്കും വെള്ളവും പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള ചെറിയ ചെറിയ കച്ചവടമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിലിങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെയാണ്. നമുക്കിങ്ങനെ ആടി അനങ്ങിയിട്ട് അങ്ങോട്ട് ഇറങ്ങാം. നമ്മൾ ഇറങ്ങില്ല. അപ്പം അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് മനം നിറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഇനി എല്ലാ മലയാളികളും ഇങ്ങോട്ട് എത്തണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സി യു, ടാറ്റാ.